അയ്യോ സാറിങ്ങനെ ഒറ്റയ്ക്ക് എഴുന്നേക്കാൻ ശ്രമിക്കല്ലേ. പെട്ടെന്ന് സരസ്വതി തിരികെ വരുമെന്ന് ഞാൻ കരുതുന്നില്ലല്ലോ. അവിടെ പോസ്റ്റ് ഓപ്പറേറ്റീവിന്റെ പുറത്ത് വെയിറ്റ് ചെയ്യാനല്ലേ സാർ? ആരെങ്കിലും ഒരാൾ മതിയല്ലോ. സാർ ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അത് പിന്നെ നമുക്ക് പുതിയ കാര്യമല്ലല്ലോ സാർ, ശരിക്കും പഴക്കമുണ്ട്. സാർ, ജോണും സന്തോഷും ഇവിടെ അഡ്മിറ്റ് ആയതുകൊണ്ടാണോ സാർ ഞാൻ ഇങ്ങോട്ട് വരുന്നത്? അല്ലെങ്കിലും സാറിന് വയ്യെങ്കിൽ ഞാൻ വരില്ലേ സാർ? അതൊക്കെ വരും, എനിക്ക് ബോധ്യവും. ഞാൻ ജീവിതത്തിൽ ഇപ്പോ വലിയ പ്രതീക്ഷകളൊന്നും വെക്കാറില്ലല്ലോ സാർ. അതുകൊണ്ട് പറയുന്നതിലും ചിലപ്പോ അത് റിഫ്ലക്ട് ചെയ്യും. എനിക്ക് കിട്ടിയതൊക്കെ തന്നെയാണ് ജീവിതത്തിന് എനിക്ക് തരാനുള്ളത് എന്ന ബോധ്യമാണ് ഇപ്പൊ എന്നെ നയിക്കുന്നത്. ട്യൂഷൻ സെന്ററിലെ കുട്ടികൾ വന്നപ്പോ കൊണ്ടുവന്ന് അവരെങ്ങനെയൊക്കെ തേടി പിടിച്ചിവിടെ നമുക്ക് കിട്ടാനുള്ള സ്നേഹവും കരുതലും ഒക്കെ ഇങ്ങനെ പല വഴിയെ നമ്മിലേക്ക് എത്തുന്നു. അതുകൊണ്ട് തീർത്തും പരിഭവരഹിത ജീവിതം. സാർ സത്യം പറയണം, ഞാൻ സാറിനോട് ഒട്ടും മനസ്സിലാക്കാതെയാണ് പെരുമാറുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ? എന്നെ ഏറെ മനസ്സിലാക്കി പെരുമാറുന്ന ഒരാളായി സരസ്വതി എനിക്ക്. ശരിക്കും സത്യമാണോ സാർ? മേരി എന്നെ കുറ്റം പറഞ്ഞു. ഞാൻ സാറിനെ ബോധപൂർവം അകറ്റി നിർത്തുവാണ്. അങ്ങനെ ആർക്കും ആരെയും ബോധപൂർവം അകറ്റി നിർത്താറുന്നു. അതൊക്കെ കാലത്തിന്റെ ചെറിയ ചില കളികൾ മാത്രം. നമ്മൾ ഒന്നിച്ചുള്ള നിമിഷങ്ങളൊക്കെയും നമ്മൾ ഒന്നിച്ചുള്ള ജീവിതം എന്ന് തന്നെയാണ് എന്റെ കരുതൽ. അപ്രതീക്ഷിതമായ നിമിഷങ്ങളുടെ ഒരു സമാഹാരമാണ്. വീണ് കിട്ടുന്നത് എന്തും എനിക്ക് ബോണസാണ്. ഒരു തോണിയിലെങ്കിലും രണ്ട് തോണിയിലെങ്കിലും ഒരേ വഴിയെങ്കിൽ സഹയാത്ര തന്നെയല്ലേ സരസ്വതി? ഒരേ തോണിയിൽ ഒന്നിച്ചു തുഴയാൻ കുറച്ച് ചങ്കൂറ്റം വേണം അല്ലേ സാർ? എനിക്കതില്ലെന്ന് മേരി കുറ്റം പറഞ്ഞു. ആ യാത്ര അനിവാര്യമെങ്കിൽ കാലം ആ യാത്രികർക്ക് വേണ്ട ചങ്കൂറ്റവും കൊടുക്കും. ആ ചങ്കൂറ്റം കിട്ടട്ടേന്നാ ഇപ്പൊ എന്റെ ആശ. ആവശ്യമെങ്കിൽ കിട്ടട്ടെ. കരയെത്തിന്ന് തോന്നുമ്പോഴാ കുഞ്ഞി വൻ തിര വന്ന് നമ്മളെ വീഴുന്നത്. ആകെ തളരുമ്പോഴും തോച്ചു മാറാനാവില്ലല്ലോ. പലതും ശരിയാവലൊന്നും അല്ലമ്മ ജീവിതത്തിൽ സംഭവിക്കും. നമ്മൾ അതുമായി പൊരുത്തപ്പെടാൻ പഠിക്കുകയാണ്. അത് വാസ്തവം. നമ്മളോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യര് വീണു പോകുമ്പോ ഒട്ടും സഹിക്കാൻ പറ്റൂല. നമ്മുടെ ഒപ്പം നിൽക്കുന്നവർക്കും തുണയായിരിക്കുന്നവർക്കും ഒക്കെ കാലക്കേട് പിടിക്കുന്നു. അത് ശരി. മേരിക്കുട്ടിക്കും ജോണിനോടുള്ള അടുപ്പമൊന്നും നമുക്ക് ജീവിതത്തിൽ ആരോടും ഇല്ല. ജോണിന് വന്ന ഈ കാലക്കേട് മേരിക്കുട്ടിയെ വല്ലാതെ ഒലച്ചിട്ടുണ്ട്. എന്റെ ജീവന് പകരമാ വേദന തിന്നുന്നത്. ആ പാവം അവിടെ കിടന്ന്. അവർക്കൊപ്പം തന്നെ ഈ പ്രതിസന്ധിയിൽ നമ്മൾ ഉണ്ടാവണം. അതിൽ ഇനി ഒന്നും ആലോചിക്കാനില്ല. എന്ത് നഷ്ടം വന്നാലും. അത് നേരാമേ, അത് വേണം. പക്ഷേ എനിക്ക് സന്തോഷേട്ടൻ പഴയതുപോലെ നോർമൽ ആകുന്ന സന്തോഷേട്ടനെ നോക്കി നിൽക്കണമെന്നുണ്ട്. അതെന്റെ കടമയായിട്ട് തന്നെ തോന്നുക അമ്മ. ജോണേട്ടനോട് ഞാൻ പറയാം. സാരമില്ല കുഞ്ഞി, മനുഷ്യരോട് വയ്ക്കുന്ന ഈ കരുതലില് ഒരു അമ്മ എന്ന നിലയില് എനിക്ക് വലിയ അഭിമാനമുണ്ട് മോളെ. ഗുരുവായൂരപ്പ നല്ലത് വരും. കഴിക്ക്. ഇതെന്താ മോഹന, എനിക്ക് വളിച്ച സാമ്പാറും പൊറോട്ടയും, നിനക്ക് ചിക്കൻ കാലും. താനെന്ത് ഭയങ്കര ഭക്തിയും മൃതമൊക്കെ. അതൊക്കെ മാലയ്ക്കോ പഴനിക്കോ പോകുമ്പോള്. അല്ലാത്തപ്പോ താൻ ചിക്കനൊക്കെ അടിക്കും കൊള്ളാം. പിന്നല്ലാതെ. അപ്പൊ താൻ മറ്റേ കുമ്പിടിയാണോ അല്ലേ? അല്ലാത്തപ്പോ എനിക്ക് എന്തെങ്കിലും കാണിച്ചു വലിക്കാൻ വേണം. തൽക്കാലപ്പേ ആ പൊറോട്ട കടിച്ച് വലിക്കാനേ പറ്റും. ഇത് രാവിലത്തെ വളിച്ച സാമ്പാർ എടുത്ത് ചൂടാക്കി തന്നിരിക്കും. തൽക്കാലം ഉയര് കിടക്കാനെന്ന് വെച്ച് താൻ കഴിക്കാൻ നോക്കും. ഇത് ഗ്യാസ് കയറും ഉറപ്പാ. കാറ്റ് പോകാണ്ടിരിക്കാൻ വേണമെങ്കിൽ മതി. എടോ കാണുന്നവരെ തന്നെ എന്റെ കൂടെ പറ്റണതേ എനിക്ക് പ്രശ്നമാവും. താൻ എവിടേക്കാന്ന് വെച്ചാ വിട്ടു കേട്ടോ. ഞാനിനി എങ്ങോട്ട് വിടാനാ പോരാ. എനിക്കിനി എന്റെ സഹോദരിയുടെ വീട്ടിൽ കയറി പോയാലൊക്കോ. അവനൊക്കെ സന്തോഷിനെ പിടിച്ചോണ്ട് പോയതിന് പിന്നില് ഞാനും ഉണ്ടെന്ന് അറിഞ്ഞു കാണുമായിരിക്കും. ആകെയുള്ള അത്താണിയായിരുന്നു മണി, അതും പോയി. അതൊക്കെ തന്റെ നാക്കിന്റെ മിടുക്ക് പോലെ ഇരിക്കും കേട്ടോ. താനിക്കാണോടോ നുണയ്ക്ക് മഞ്ഞം? തൽക്കാലം റിസ്കാ മോഹന. ചിലപ്പോ പോലീസും തപ്പി വരും. താൻ അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒറ്റപ്പെട്ട അമ്പല പരിസരത്തങ്ങ് അവിടെ ആവുമ്പോ അത്യാവശ്യം അന്നദാന പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് തനിക്ക് ഗ്യാസ് കയറാതെ ജീവിച്ചു. ഇതിപ്പോ മോഹനം കാരണം എന്റെ കാര്യം കയ്യാലെ പുറത്തായി. അതും ഇതും പറഞ്ഞ എന്നെ വെറുതെ ചൊറിയാൻ പറഞ്ഞ കേട്ടോ. അവനിട്ട് വെച്ചതിന്റെ ബാക്കി ഉണ്ടാ എന്റെ അടുത്ത് ഇരിപ്പുണ്ട്. ഒന്നിപ്പഴച്ച മൂന്നെന്ന് വച്ചങ്ങ് തരിഞ്ഞ് താൻ നിശ്ചയിക്ക്. അങ്ങനെ അങ്ങ് കടുപ്പിക്കാതെ മോഹന. ഞാൻ എന്റെ ഒരു ആദ്യം പറഞ്ഞതല്ല, അതിന് നീ എന്റെ അടുത്ത് കലി കാണിക്കല്ലേ. എങ്ങനെയാണെങ്കിലും താൻ നാളെ തന്നെ സ്ഥലം കാലിയാക്കിയേക്കും. എടോ തന്നെ ചുമന്ന് എനിക്ക് കുരിശിലാവാൻ വയ്യ. ഞാൻ വിക്രമാദിത്യനൊന്നും അല്ല. എന്നെ പോലെ ഒരു വേദാളത്തിനെ ചുമന്നുകൊണ്ട് നടക്കാം. കഴിക്കേ ശല്യം. സന്തോഷേട്ടാ ഇത് കഴിയും. വെടിവെക്കട്ടെ. അതൊന്നും വേണ്ട. തോക്കെടുത്തുള്ള കളിയൊന്നും നല്ലതല്ല. പോലീസിന് നിനക്ക് പേടിയല്ലേ? നമ്മൾ അങ്ങനെ തോക്കുകൊണ്ട് കളിക്കാൻ പാടില്ല. അതെ, നിന്റെ അടുത്ത് ഞാനൊരു സീക്രട്ട് പറഞ്ഞുതരാം. അത് കേട്ട നീ പേടിക്കും ഉറപ്പാ. എന്താ സീക്രട്ട്? അതെ, ഞാനൊരാളെ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. അങ്ങനെയൊന്നും പറയല്ലേ. അതുകൊണ്ട് അപ്പുറത്ത് പോലീസ്. അതൊക്കെ പോട്ടെ. ദേ ഇത് കഴിച്ചോ. ആ വെള്ളം വേണോ? കുടിക്കും. അയ്യേ, ഇതില് പൊടി ഇട്ടിട്ടില്ല. ആര് എപ്പോ ഉപകാരപ്പെടുന്ന നമുക്ക് പറയാൻ പറ്റില്ലല്ലേ. ഇനി കുടി. ഞാൻ എന്തൊക്കെയാ അവള് പറഞ്ഞിട്ടുള്ളത്? ഞാൻ വീണയുടെ കാര്യങ്ങൾ പറയുന്നതിന് തന്നെ നിനക്ക് എന്തൊരു കാര്യമായിരുന്നു. ഇനി ഞാൻ വീണയോട് ചെയ്തത് ശരിക്കും തെറ്റായിരുന്നു എന്ന് എനിക്കിപ്പോ ബോധ്യമുണ്ട്. ആ തോന്നല് തന്നെ നല്ലൊരു മാറ്റമാണ്. സൂക്ഷിച്ചു പതി. വീണ, നീ ഇപ്പൊ എവിടെയുണ്ട്? ഞാനിവിടെ ഹോസ്പിറ്റലിലുണ്ട് റീച്ചേട്ടാ. ഓ, അപ്പൊ ഞാൻ അറിഞ്ഞോളായിരുന്നല്ലേ. എന്താ റീച്ചേട്ടാ? നീ അവിടെ സന്തോഷിനെ ശുശ്രൂഷിക്കാൻ നിൽക്കുവല്ലേ. മനസ്സിന് പ്രശ്നം ബാധിച്ചതല്ലേ ചേട്ടാ. ആൾക്ക് ഭേദമാവാൻ ഒപ്പം നിൽക്കണമെന്ന് തോന്നുന്നു. അപ്പൊ കേസിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ നിൽക്കാം? ഞാൻ അഡ്വക്കേറ്റിന്റെ അടുത്താണ് നിൽക്കുന്നത്. കേസിന്റെ വഴിയെ തന്നെ പോട്ടെ. കാര്യത്തിൽ
എന്റെ തീരുമാനത്തിന് മാറ്റമില്ല. ഇപ്പൊ ഞാൻ ചെയ്യുന്നത് എന്റെ കടമയാണെന്ന് എനിക്ക് തോന്നുന്നു. അതെനിക്ക് മനസ്സിലായില്ല. മ്യൂച്വൽ ഒപ്പിട്ട് നിങ്ങൾ പിരിഞ്ഞല്ലേ? പതിയെ ഇപ്പൊ കൂളിംഗ് ഓഫ് ടൈമാണ്. അപ്പൊ കേസിലെ എതിർകക്ഷിയെ ശുശ്രൂഷിക്കുന്നത് എങ്ങനെ വീണയുടെ കടമയാവും? എല്ലാ കടമകളും നിയമത്തിന് വ്യാഖ്യാനിക്കാൻ പറ്റണമെന്നില്ല. ചിലത് നമ്മുടെ മനസാക്ഷിയുടെ തോന്നലുകളാകാം. ചില ചോദ്യങ്ങൾക്ക് നമുക്ക് പൂർണ്ണാർത്ഥത്തിൽ ഉത്തരവൊന്നും ഉണ്ടാവണമെന്നില്ല റീച്ചേട്ടൻ. അതൊക്കെ വീണയുടെ ഇഷ്ടവും തീരുമാനങ്ങളും. എനിക്കതൊട്ടും ദഹിക്കുന്നില്ല. കേസ് പിൻവലിക്കാൻ പറ്റുക ചെയ്യണമെങ്കിൽ നേരത്തെ പറയണം. എന്നാ പിന്നെ നമുക്ക് ഇതിന്റെ പിന്നാലെ വിഡിയോഷൻ കെട്ടി നടക്കണ്ടല്ലോ. എനിക്ക് പരിചയമുള്ളൊരു വ്യക്തി എന്ന നിലയിൽ ഈ ഒരു മോശം സമയത്ത് എന്റെ സപ്പോർട്ട് ഗുണമാകുമെന്ന് കരുതി. ഇത് വിവാഹബന്ധത്തിലെ കടമയും കടപ്പാടും ഒന്നുമല്ല. എനിക്ക് ഇങ്ങനെയൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. ശരി റീച്ച. ശരി, കാര്യമുള്ളത് തന്നെയാ. സന്തോഷിനെ പരിഹരിക്കാൻ വീണ പോയി നിൽപ്പുണ്ട്. ഒന്നിച്ചുള്ള ജീവിതവും പിരിഞ്ഞുള്ള ജീവിതവും ഇങ്ങനെ രണ്ടല്ലേ നമുക്കറിയാം. അതിനിടയിലുള്ള ജീവിതം നമ്മളെ അസ്വസ്ഥപ്പെടുത്തും. കറുപ്പിനും വെളുപ്പിനും ഇടയില് ഗ്രേയുടെ വലിയൊരു ലോകം ഉണ്ടെങ്കിലും സമൂഹത്തിന് അത് അംഗീകരിക്കാൻ പാടാണ്. ഒരു കാലത്ത് ഭർത്താവായിരുന്ന ആൾ അവർ ഡിവോഴ്സിലേക്ക് പോകുന്ന സമയത്ത് അയാൾക്കൊരു ആപത്ത് വരുമ്പോ ഒപ്പം നിൽക്കുന്നത് നല്ല കാര്യല്ലേ? നമുക്കത് ദഹിക്കാത്ത പ്രശ്നമാണ്. ഈ ഫോറിനേഴ്സിന്റെ കാര്യമൊക്കെ കേട്ടിട്ടില്ലേ? അവർ ഡിവോഴ്സ് ആയാലും അവർ ആ ഫ്രണ്ട്ഷിപ്പ് തുടരും. ഈ ഫംഗ്ഷൻസിനൊക്കെ ക്ഷണിക്കും. പക്ഷേ നമുക്കിവിടെ പിരിയാൻ തീരുമാനിച്ചാൽ പിന്നെ ശത്രുവാ. എനിക്കും പെട്ടെന്ന് കേട്ടപ്പോ ഒരു ശരികേട് തോന്നി. അല്ല, ഡിവോഴ്സിന്റെ കാര്യം എന്താ പറഞ്ഞേ? അത് മുന്നോട്ട് പോകുന്ന തന്നെയാ വീണ പറഞ്ഞത്. അപ്പൊ പിന്നെ കാര്യം ക്ലിയർ ആണ്. സന്തോഷ് മെന്റലി ഒന്ന് വീണ് പോയ സമയത്ത് വീണ സപ്പോർട്ട് ചെയ്ത് ഒപ്പം നിൽക്കുന്നു. എന്നാൽ ജീവിതത്തിന്റെ കാര്യത്തില് വേർപിരിയാൻ തന്നെയാണ് അവളുടെ തീരുമാനം. അതെ, അങ്ങനെ പറഞ്ഞത്. അത് പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോ വീണ്ടും സഹകരിക്കുന്ന സമയത്ത് ഒന്നായി ജീവിക്കുന്നത് തെറ്റില്ലാന്ന് തോന്നുകയാണെങ്കിൽ അതും നോക്കാവുന്ന കാര്യമാണ്. അതിനാണല്ലോ ഈ കൂളിംഗ് ഓഫ് പീരീഡ്. അക്കാര്യം ആലോചിച്ച് ടെൻഷൻ ആവണ്ട. അത് അതിന്റെ വഴിയെ പോട്ടേന്ന് വെച്ചാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ. എനിക്ക് പെട്ടെന്ന് കേട്ടപ്പോ ടെൻഷൻ തോന്നി. അതിന്റെ ആവശ്യമൊന്നുമില്ല. വേറെന്തോ ചേട്ടന് പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ ചേട്ടാ? മോഹന്റെ കാര്യത്തിൽ ഉറപ്പുള്ള കാര്യം, അവൻ നമ്മുടെ സ്റ്റേഷൻ അതിർത്തിക്കുള്ളിൽ തന്നെ ഉറപ്പായും ഇപ്പോഴും ഉണ്ടാവുന്നതാണ്. കാരണം അവന്റെ പ്രധാന എയിം സരസ്വതി ടീച്ചറെ അപകടപ്പെടുത്തുക എന്നതാണ്. അന്ന് അവൻ ജയിൽ ചാടിയിട്ടും സന്തോഷിനെയും കൃഷ്ണനെ തന്നെ പിടിച്ചോണ്ട് പോയിട്ടും നമുക്ക് അവനെ കിട്ടി. സരസ്വതി ടീച്ചറെ ആ താവളത്തിൽ എത്തിച്ചിട്ടും ജോണിനെ വെടിവെച്ച് പരിക്കേൽപ്പിച്ചിട്ടും നമുക്ക് മോഹനെ പിടിക്കാനായില്ല. ഇതൊരു ഓപ്പറേഷൻ ഫെയിലിയർ ആണ്. ഇന്റലിജൻസ്, റെസ്പോൺസ്, കോർഡിനേഷൻ ഒക്കെ പാടി. ഇനി സ്വയം വിമർശനമായിട്ട് വേണം നീ. മോഹന് വേണ്ടിയുള്ള എല്ലാ ആക്ഷൻസും ഡിപ്പാർട്ട്മെന്റ് തന്നെ നാണക്കേടായി. അതെ സർ, ശരിക്കും അവൻ നമ്മളായിട്ട് കളിപ്പിക്കുക സർ. ഓക്കെ സർ, സാർ ചോദിച്ച ഡീറ്റെയിൽ. കച്ചേരിയിൽ നിന്നും കൈതമരക്കുള്ള റോഡിലല്ലേ ഈ അമ്പലം? അതെ സർ. 2 ദിവസമായിട്ട് മൊബൈൽ ഓൺ ആവുമ്പോ അതാണല്ലോ ലൊക്കേഷൻ. അമ്പലത്തിന് ചുറ്റുള്ള തിരക്കും പോലീസ് ആക്ഷനുള്ള സാധ്യത കുറവും അയാൾ പരിഗണിച്ചു കാണും. എന്തായാലും ഷാഡോ പോലീസ് കാര്യങ്ങൾ ഉറപ്പിച്ചിട്ട് മതി ആക്ഷൻ. സാർ, ധൃതി കാണിക്കുന്നതിലല്ല കാര്യം. അടുത്ത നീക്കം ഷാർപ്പായി. ഇയാളുടെ കോൾ ഡീറ്റെയിൽസ് അൺനോൺ നമ്പേഴ്സ് ലിസ്റ്റ് ചെയ്യണം. അതിന്റെ ലൊക്കേഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അത് ചെയ്യാം സർ. കാലങ്ങളായി പൂട്ടിക്കിടക്കുന്ന വീടുകൾ, മറ്റ് ബിൽഡിംഗ്സുകളൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് സെർച്ച് ചെയ്യണം. ഇത്രയും നാളത്തെ അവന്റെ പാറ്റേൺ വെച്ച് അവന് ഈ ആൾപ്പാർപ്പില്ലാത്ത, ആരുടെയും ശ്രദ്ധയില്ലാതെ കിടക്കുന്ന കെട്ടിടങ്ങളാണ് താവളമാക്കുന്നത്. അത്തരം ബിൽഡിംഗ്സ് ഏതൊക്കെയാണെന്ന് ഈസി ആയിട്ട് കിട്ടും. കഴിഞ്ഞ തവണത്തെ പോലെ 3 ടീമായി തിരിഞ്ഞ് കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യും. സരസ്വതി ടീച്ചറുടെ കോൾ ഡീറ്റെയിൽസും എടുക്കണം. സർ. അൺനോൺ നമ്പേഴ്സ് നിന്ന് അയാൾ കഴിഞ്ഞ തവണയും ടീച്ചറെ വിളിച്ചിരുന്നു. അതെ സർ. ടീച്ചറെയും പിന്നെ ഇടങ്കോലിനെയും ക്ലോസ് ആയി വാച്ച് ചെയ്യാം. രണ്ടാളുടെയും കോൾ ഡീറ്റെയിൽസ് നോക്കാം. സർ. നമുക്ക് അവനെ കിട്ടും. ഇപ്പോ നമുക്ക് കിട്ടിയ അമ്പലത്തിന്റെ ലീഡ് ശരിക്കും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. പ്ലാൻഡ് ആയിരിക്കും. ഈ ചാൻസ് മിസ്സാക്കരുത്. ആ സരസ്വതി കഴിഞ്ഞില്ലേ അമ്മ? പുനർജനിച്ച പുതിയ സരസ്വതിക്ക് കുറച്ചുകൂടി തന്നിലേക്ക് വരുന്ന ഇഷ്ടങ്ങളും തന്റെ ഉള്ളിലെ ഇഷ്ടങ്ങളും തിരിച്ചറിയാൻ